ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് അടുത്ത യാത്രയിലാണ് കേട്ടോ. ഞങ്ങൾ മണ്ണാർക്കാട് ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളുടെ പ്ലാന് ആദ്യം ബസ്സിൽ പോകാനായിരുന്നു. ഓട്ടോ ജസ്റ്റ് എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് ബസ്സിൽ പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ അങ്ങനെ പ്ലാൻ മാറി ഡയറക്റ്റ് ഓട്ടോയിൽ തന്നെ പോകാനായി. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് എല്ലാവർക്കും മീൻസ് ഫറൂന് ബസ്സിൽ പോകാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ കുട്ടികളെയും വെച്ചിട്ട് പോകാൻ റിസ്ക് എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓട്ടോയിൽ തന്നെ പോവാം. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് മണ്ണാർക്കാട് പോകുന്ന വഴി നല്ല പച്ചപ്പും പ്രകൃതി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു യാത്ര തന്നെയായിരുന്നു. ഇവിടുന്ന് ജസ്റ്റ് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അത്രേ ട്രാവലിംഗ് ആവശ്യമുള്ളൂ. ഞങ്ങളങ്ങനെ പോയി. അവിടെ മണ്ണാർക്കാട് അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഒരു ചുരമാണ് കേട്ടോ. ആ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കാണാനുള്ള വ്യൂ ഒക്കെ. ശരിക്കും മണ്ണാർക്കാട് യാത്ര ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്, എന്നാലും ഇന്നത്തെ യാത്ര നല്ല ഭംഗിയുള്ളതായിരുന്നു. ആ വലിയ വണ്ടികൾ, ബസ്, ലോറിയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തിരിക്കാനൊക്കെ ടേണിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പാവം തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇനി വരുന്ന വഴിക്ക് ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിലാണ് ഒരു വലിയ ലോറി കയറുന്നത് ഞങ്ങൾ കണ്ടത്. അവരെത്ര റിസ്ക് എടുത്തിട്ടാണ് അത് കയറുന്നത്. പ്രത്യേകിച്ച് ലോഡ് വണ്ടികളൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവുമല്ലോ. അതാ നിങ്ങൾ കാണുന്നുണ്ടോ ആ ലോറിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. കയറാനും പോലെ തന്നെ അവർക്ക് വലിയ വാഹനങ്ങളാകുമ്പോൾ ഇറങ്ങാനും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവും. അങ്ങനെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് താഴത്തെ വാഹനങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ താഴെ ലോറി വരുന്നു, ബസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല ഇൻട്രസ്റ്റിങ്ങിലായിരുന്നു. അങ്ങനെ ചുരം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പർച്ചേസിനാണ് പോകുന്നത് കേട്ടോ. പക്ഷേ ആ പർച്ചേസ് ചെയ്യുന്നതിനുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റിട്ടേൺ വരുന്ന ടൈമിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പർച്ചേസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുപാട് ടൈമായിട്ടോ. 4 മണി കഴിഞ്ഞു. അപ്പോൾ പപ്പ കുട്ടികൾക്ക് ഇടയിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല വിശന്ന് തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ഈ മണ്ണാർക്കാട് റൂട്ടിൽ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും. അപ്പോൾ എന്തായാലും അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു, ഫുഡ് വന്നു, ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ പ്ലേറ്റിൽ കാണുന്ന ഈ ഒരു ഐറ്റമാണ് ചിക്കൻ പൊള്ളിച്ചത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ചിക്കൻ പൊള്ളിച്ചത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ടേസ്റ്റ് എന്നുള്ളത് അഭിപ്രായം പറയണേ. ഇതാണ് ചിക്കൻ പൊള്ളിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ച് റിട്ടേൺ വരുമ്പോൾ കണ്ട കാഴ്ചയാണത് കേട്ടോ. അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ഒരു ലോറിയും ഒരു കാറും കൂടെ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതാ മല